വലിയും മദ്യപാനവും തെറ്റാണെന്നറിയാം. നല്ല മനുഷ്യനായി മാറാൻ ശ്രമിക്കാൻ വേഗം. തീർച്ചയായിട്ടും നല്ലൊരു തീരുമാനമാണ്. ആ കേസിൽ കഞ്ചാവ് കേസിൽ പിടിച്ചപ്പോൾ തന്നെ താങ്കളിൽ നിന്നത് മനസ്സിലായതാണ്. കഞ്ചാവ് എൻ്റെയൊക്കെയാണെന്നുള്ള കുറ്റസമ്മതം നടത്തി. പിന്നെ അതൊക്കെ നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ താങ്കളെ ഫോളോ ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ട്. നമുക്ക് ചെറുപ്പത്തിലൊക്കെ ഒരു സിനിമാ നടന്മാർ ലാലേട്ടനായാലും മമ്മൂക്കയൊക്കെയാണെങ്കിൽ ഈ സിഗരറ്റ് വലിക്കുന്ന മദ്യപിക്കുന്നൊരു മാസമായിട്ട് കണ്ടിരുന്നു. കാരണം അവരുടെയൊക്കെ പൗരുഷം ഈ മാസിൽ ഈ സിഗരറ്റും മദ്യം കഴിക്കുന്ന വലിയൊരു ഹീറോയിസാണ് നമ്മുടെ മനസ്സിലൊരു തെറ്റിദ്ധാരണയുണ്ടാകും. പിന്നീടാണത് വളരെ മനസ്സിലായത്. അവരൊക്കെ സിനിമയുടെ ഒരു ആക്ടിങ്ങിന് വേണ്ടി ചെയ്യുന്നതാണ്. പക്ഷെ നിങ്ങളെപ്പോലെ അതുപോലെ നിങ്ങളും ഈ കഞ്ചാവ് ഡ്രഗ്സ് അടിക്കാൻ നിങ്ങളുടെ ഒരു കലയുടെ ഒരു കലാപരമായ കഴിവ് വളർത്താനാണെന്ന് ചില കുട്ടികളുടെയൊക്കെ മനസ്സിൽ തെറ്റിദ്ധാരണ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് ഒരിക്കലും കലയെ നശിപ്പിക്കുകയുള്ളൂ. അതുപോലെ നിങ്ങളുടെ ശരീരവും പോവുകയുള്ളൂ. അതുകൊണ്ട് ഇത് നിങ്ങളെയും ഈ സമൂഹത്തിന് ആവശ്യമാണ്. സാധാരണ നിങ്ങൾ പറഞ്ഞു ഒറ്റയ്ക്കാണ് വന്നത്. ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്. അതെ, നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെയാണ് വന്നത്. പക്ഷേ എന്നാലും നിങ്ങളെ ഒരുപാട് ചതിക്കുഴികൾ കാത്തിരിക്കുന്ന കഴുകണ്ണുകൾ കാത്തിരിക്കുന്നവരുണ്ട്. നിങ്ങളായിട്ട് സ്വയം നശിക്കരുത്. നിങ്ങളുടെ ലഹരി നിങ്ങളുടെ സംഗീതമാണ്. നിങ്ങളുടെ ഇടുക്കിയിൽ നല്ലൊരു ആ വേദിയിലെത്തിയപ്പോൾ നിങ്ങൾ പറഞ്ഞു എന്നെ കണ്ട് ഇൻഫ്ലുവൻസ് ആവരുന്നതാണ് കുട്ടികൾക്ക്. അത് അദ്ദേഹം മാറാൻ ശ്രമിക്കും. തീർച്ചയായിട്ടും താങ്കൾ മാറും. തീർച്ചയായിട്ടും തിരിച്ചു വന്നാൽ നിങ്ങളുടെ ലഹരി നിങ്ങളുടെ സംഗീതമാണ്, നിങ്ങളുടെ പാട്ടുകളാണ്. അത് നിങ്ങൾക്കും ഞങ്ങൾക്കും ലഹരിയാണ്. പ്ലീസ് കം ബാക്ക് വേടൻ.